ആതിര ശ്രീകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസം നെല്ലിക്കൂർക്ക പായസമാണ്. അപ്പോൾ അതിന് കുറച്ച് ചേരുവകളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നെയ്യ്, കിസ്മിസ്, ചവ്വരി ഒരു ഹാഫ് ബോയിൽ ചെയ്തത്, അതോടൊപ്പം തന്നെ നമ്മുടെ കൂർക്ക പുഴുങ്ങി നമ്മുടെ ശർക്കര പാനിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, അതുപോലെ തന്നെ ഇത് തേങ്ങയുടെ 3-ാം പാലും 2-ാം പാലും 1-ാം പാലുമാണ്. ശർക്കര പാനി, പിന്നെ നമ്മുടെ നെല്ലിക്ക, കാട്ടുനെല്ലിക്ക അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പായസം ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ചുക്ക് പൊടിയാണ്, അതോടൊപ്പം തന്നെ ഏലക്ക ഇതൊന്ന് ചതച്ച ഏലക്കയാണ്, ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായതാണ്, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി അതിലേക്ക് നമ്മുടെ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഈ ചൂടായ പാത്രത്തിൽ തന്നെ നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന തേങ്ങ കൊത്തുകൂടി വറുത്ത് പോരാം. പുഴുങ്ങി ശർക്കരയിൽ ഒന്ന് ക്രഷ് ചെയ്തിരിക്കുന്ന ഈ കൂർക്ക നമുക്ക് ഈ നെയ്യിൽ തന്നെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സായി വരുന്നവരെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. മധുരമൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ചവ്വരിയാണ് വേവിച്ച് വെച്ചിരുന്നത്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 3-ാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ 3-ാം തേങ്ങാപ്പാലിൽ നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 2-ാം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കാട്ടുനെല്ലിക്കയും കൂർക്കയും ഗ്രേറ്റ് ചെയ്ത് നെയ്യിൽ ഒന്ന് വരട്ടിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ 2-ാം പാലും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂർക്ക എന്തായിരുന്നു പേര് പറഞ്ഞത്? നെല്ലിക്കൂർക്ക. പേര് വളരെ ക്യൂട്ട് അല്ലേ, നെല്ലിക്കൂർക്ക. നെല്ലിക്കൂർക്ക മാത്രം. എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമുള്ള ഒരു കിഴങ്ങാണ്. എനിക്ക് ആണല്ലേ? അത് കൂർത്തിയൊക്കെ വെച്ചാൽ സംതിങ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കൂർക്ക പായസം. ഹാപ്പിയാണോ? ഫൈനൽ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, 1-ാം പാല് ചെറുതായി ചൂടാവുന്നതും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും കിസ്മിസ് കൂടി ഒന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നെല്ലിക്കൂർക്ക പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്.